വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഐ വിഷ് ഓൾ ഓഫ് യു എ വെരി ബ്ലെസ്ഡ് ക്രിസ്മസ്. നിരാശയും ദുഃഖവും തകർച്ചയും അസമാധാനവും നിമിത്തം ഇരുൾ മൂടിയ ലോകത്തിൻ്റെ ചക്രവാളത്തിലേക്ക് പ്രത്യാശയുടെ ദിവ്യ തേജസ്സുമായി സമാധാനത്തിൻ്റെ പുത്തൻ വാഗ്ദാനവുമായി ഏതാണ്ട് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ക്രിസ്മസ് കടന്നു വന്നു. ദൈവമനുഷ്യനായി അവതരിച്ച ഏറ്റവും വലിയ ചരിത്ര സംഭവമാണ് അന്ന് സംഭവിച്ചത്. ആദ്യ ക്രിസ്മസ് കൊണ്ടാടിയത് സ്വർഗത്തിൽ ദൈവദൂതന്മാരും ഭൂമിയിൽ ആട്ടിടയന്മാരും ആയിരുന്നു. ഈ ആഘോഷവേളയിൽ ദൈവദൂതൻ നൽകിയത് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്തയായിരുന്നു. ആ സദ്വാർത്ത ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകി എന്നതായിരുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്? അതായത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് നാം ഓരോരുത്തരെയും വിടുവിച്ച് സന്തോഷ അനുഭവമാകുന്ന നിത്യജീവനിലേക്ക് നയിക്കുക. എന്നാൽ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം നമ്മെ സന്തോഷത്തിലേക്ക് നടത്തുന്നുണ്ടോ? കുറേ ആർഭാടങ്ങളും ആഘോഷങ്ങളും സൽക്കാരങ്ങളും എന്നതിലുപരിയായി പാപമോചനമോ സന്തോഷമോ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ നാവുകൾ പോരാ എന്ന് പാടുമ്പോൾ തന്നെ ലോകം സ്നേഹശൂന്യതയിൽ വീർപ്പുമുട്ടുകയാണ്. സ്വാർത്ഥതയാണ് ഇന്ന് മനുഷ്യൻ്റെ കൈമുതൽ. മനുഷ്യൻ്റെ സഞ്ചാരം ഇന്ന് ദുഷ്ടതയുടെ പാതയിലൂടെയാണ്. സമ്പത്തും ധനവും ആർജിക്കുവാനുള്ള വ്യഗ്രതയിൽ സദാചാരവും ധാർമ്മികതയും നീതിബോധവും ഭയഭക്തിയും മനുഷ്യന് കൈമോശം വന്നിരിക്കുന്നു. ലോകമിന്ന് തകർച്ചയുടെ വക്കിലാണ്. ഈ സാഹചര്യത്തിൽ ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഈസ് കം എന്ന ദൈവദൂതൻ്റെ സന്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട്. ദൈവം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ക്രിസ്മസിൽ നാം പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി ജനകോടികളാണ് ദൈവപുത്രനിൽ കൂടി നൽകപ്പെട്ട ഈ സന്തോഷം അനുഭവമാക്കിയിട്ടുള്ളത്. യേശുവിൻ്റെ ഈ സുവിശേഷം വൻകരകളെ കീഴടക്കി. ലോകത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ആധ്യാത്മിക നേതാവിനെ എവിടെയും കണ്ടെത്തുവാൻ കഴിയില്ല. സർവ്വജനത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും മനുഷ്യനായി അവതരിച്ച യേശു സാർവത്രികമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം സാർവത്രികമാണ്. സുവിശേഷത്തെ വൈദേശികമെന്നോ സ്വദേശികമെന്നോ വേർതിരിക്കുവാൻ കഴിയില്ല. അത് സകല മനുഷ്യർക്ക് വേണ്ടിയും ഉള്ളതാണ്. അതുകൊണ്ട് ദൈവം ലോകത്തിന് നൽകിയ വിലയേറിയ സമ്മാനമാണ് യേശു ക്രിസ്തു. അന്ന് മാലാഖമാർ പാടിയ പാട്ടിൽ 2 സംഗതികളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഗ്ലോറി ടു ഗോഡ് ഇൻ ഹൈസ്റ്റ്, ലോകത്തിൽ മഹത്വം അർപ്പിക്കുവാൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമല്ലാതെ മറ്റാരും ഇല്ല. എന്നാൽ മനുഷ്യൻ്റെ ഇന്നത്തെ പോക്ക് കണ്ടാൽ സകല മഹത്വവും ഞങ്ങൾക്കാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. സ്വയം മഹാന്മാരാകുവാൻ ശ്രമിക്കുന്നവരാ മിക്കവരും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ മകുടമായിട്ടാണ്. എങ്കിലും മനുഷ്യന് ദൈവം നൽകിയ നിയോഗം താൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും വാഴുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഉൽപ്പത്തി 1:28. ഇതിനർത്ഥം മനുഷ്യൻ ദൈവത്തിൻ്റെ കീഴിൽ ആണ് എന്നതാ. അതുകൊണ്ട് സകല മഹത്വവും നൽകേണ്ടത് മനുഷ്യനല്ല, ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ സകല മഹത്വവും ദൈവത്തിന് നൽകി അവനെ നമുക്ക് ആരാധിക്കാം. പ്രൈസ് ഗോഡ് ഇൻ ഹെവൻ. ഇതായിരിക്കട്ടെ ഈ ക്രിസ്മസ് ദിനത്തിലെ നമ്മളുടെ മുദ്രാവാക്യം. 2, പീസ് ഓൺ എർത്ത്. സമാധാനം നഷ്ടപ്പെട്ട ഈ ലോകത്തിന് സമാധാനം നൽകുക എന്നതായിരുന്നു യേശുവിൻ്റെ തിരുജന്മ ഉദ്ദേശം. യെശയ്യാ 9:6 പറയുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സകല ജനത്തിനും ഉണ്ടാവാനുള്ള സമാധാനവും സന്തോഷവുമാണ് ആദ്യ ക്രിസ്മസിൽ ദൂതന്മാർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇന്ന്
അനവധി ദുരന്തങ്ങളിൽ വേദനിച്ച് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മനുഷ്യൻ ഓടി നടക്കുകയാണ്. രാഷ്ട്രീയ പകപോക്കലുകൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും മുറിവുകൾ ഏറ്റ അവശതയിൽ കഴിയുന്നവരുടെയും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ കേഴുന്നു. വർഗീയ ഭ്രാന്തിൽ നിന്നും മത തീവ്രവാദത്തിൽ നിന്നും ഭീകരപ്രവർത്തനങ്ങളിൽ കൂടിയും ഏൽക്കുന്ന മുറിവുകളാൽ സമാധാനം നഷ്ടപ്പെട്ടവർ. ഈ വിധത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ക്രിസ്മസ് ആഗതമായിരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും മാറ്റി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവം നൽകുവാൻ സമാധാന പ്രഭുവായ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മിൽ നിറയുന്ന ആഘോഷമായി തീരട്ടെ ഈ ക്രിസ്മസ്. കർത്താവേ, തിരുജനത്തിൽ കൂടി വാഗ്ദത്തം ചെയ്ത സമാധാനം അനുഭവമാക്കി ആ സമാധാനത്തിൻ്റെ വക്താവായി തീരുവാൻ എന്നെയും ഉപയോഗിക്കണമേ. ആമേൻ. Sa